അങ്ങനെ ആപ്പിളിൻ്റെ പുതിയ പ്രോസസ്സറായ M5 വെച്ചിട്ടുള്ള മാക്ബുക്കും ഐപാഡൊക്കെ ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ടെക്ന്യൂസിലേക്ക് സ്വാഗതം. ഈ മാസം ഒക്ടോബർ 22-ാം തീയതിയാണ് പുതിയ മാക്ബുക്കുകളും ഐപാഡൊക്കെ M5ന്റെ പ്രോസസ്സർ വെച്ചിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ ലോഞ്ച് ഇവന്റിൽ വിഷൻ പ്രോ ഹെഡ്സെറ്റിന്റെ നെക്സ്റ്റ് ജനറേഷനിൽ ലോഞ്ച് ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചത്. അതേപോലെ തന്നെ വേറൊരു ആപ്പിൾ ന്യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൾ TV അവർ റീബ്രാൻഡ് ചെയ്തിരിക്കുകയാണ്. വലിയൊരു ചേഞ്ചസ് ഒന്നുമില്ല. ഇതുവരെ അറിഞ്ഞിരുന്നത് ആപ്പിൾ TV പ്ലസ് എന്ന പേരിലായിരുന്നു. എന്നാൽ ഇനി മുതൽ ആപ്പിൾ TV മാത്രമാണ്. പ്ലസ് അവർ എടുത്തു കളഞ്ഞു. അതാണ് ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫഹദ് ഫാസിലിന്റെ കയ്യിലുണ്ടായിരുന്ന വെർട്ടുവിന്റെ ഫോൺ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പോൾ അതേ ബ്രാൻഡിന്റെ പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, വെർട്ടു ഏജന്റ് Q എന്ന് പറഞ്ഞിട്ട്. ഇത് പറഞ്ഞൊരു കട്ടപ്പെട്ടി ഫോണൊന്നല്ല, സ്മാർട്ട് ഫോൺ തന്നെയാണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 8A8ന്റെ പ്രോസസ്സർ, അതുപോലെ തന്നെ 5565 mAh ബാറ്ററിയും 65 വാട്ടിന്റെ ചാർജറാണ് വരുന്നത്. ഇതിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ 50 MB മെയിൻ ക്യാമറ, 50 MB അൾട്രാ വൈഡ്, 64 MB ടെലിഫോട്ടോ, 32 MB സെൽഫി ക്യാമറ ഒക്കെയാണ് ഈ സാധനത്തിൽ വരുന്നത്. അതേപോലെ തന്നെ ഇവരെ കുറെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഈ സാധനത്തിൽ വരുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഇതുവരെ ഒഫീഷ്യലി റിവീൽ ചെയ്തില്ല. ഞാൻ എവിടെ നോക്കിയിട്ടും ഞാൻ കണ്ടിട്ടുമില്ല. അതുപോലെ തന്നെ ഇത് മേടിക്കണമെങ്കിൽ ഏതോ ലണ്ടനിൽ ഏതൊരു ഷോപ്പിൽ പോയാൽ മാത്രം കിട്ടുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. അതേപോലെ തന്നെ വേറെ ന്യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ Spotify പാരന്റിങ് കൺട്രോൾ കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ ഏത് തരത്തിലുള്ള പാട്ട് കേൾക്കണം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പാട്ട് കേൾക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇത് ഫാമിലി പ്ലാൻസും അതുപോലെ തന്നെ പ്രീമിയം പ്ലാൻസ് ഒക്കെ എടുക്കുന്നവർക്ക് മാത്രമായിരിക്കും കിട്ടുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയല്ല, US തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയാണ്. അടുത്ത ഇന്ത്യയിൽ വരുമെന്നാണ് കേൾക്കുന്നത്. അതേപോലെ തന്നെ Spotify ChatGPT ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പാട്ട് വേണം അല്ലെങ്കിൽ ഇങ്ങനെ വൈബിലൊരു പാട്ട് വേണമെങ്കിൽ നമ്മൾ ChatGPT-നോട് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ChatGPT അത് കണ്ടുപിടിച്ച് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അത് Spotify-ൽ കേൾക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇന്ന വൈബിൽ അല്ലെങ്കിൽ ഇന്ന ട്യൂണിലുള്ള ഒരു പ്ലേലിസ്റ്റ് വേണം അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് വേണം എന്നൊക്കെ നിങ്ങൾ ChatGPT-ൽ പ്രോംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് റേറ്റ് ചെയ്ത് തരുന്നത്. അത് പിന്നെ നിങ്ങൾക്ക് Spotify പോയിട്ട് കേൾക്കാൻ പറ്റുന്നതായിരിക്കും. ഈ സംഭവം എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട വേറെ കാര്യമാണ്, ഇതേപോലെ തന്നെ ChatGPT Canva ആയിട്ടും കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ കിട്ടുന്ന പോസ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത് Canva പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര കിടലൻ സംഭവമായിട്ടാണ് തോന്നിയത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും. അതേപോലെ തന്നെ ഒരു ഫോൺ ഇറക്കി പരാജയപ്പെട്ടതിന് ശേഷം നത്തിങ്ങിന്റെ പുതിയ ഫോണായിട്ട് വരികയാണ്, Nothing 3A Lite എന്ന് പറയുന്നത്. അതിന്റെ സ്പെക്സോ പ്രൈസോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതുവരെ ലീക്ക് ആയിട്ടില്ല. ആകെ അറിയുന്നൊരു കാര്യം ഈ വർഷത്തിന്റെ ലാസ്റ്റോടെ ആ സാധനം ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യമാണ്. അതേപോലെ തന്നെ റിയൽമിന്റെ GT8 സീരീസ് റിക്കോ ആയിട്ടുള്ള കൊളാബറേഷൻ ആയിരിക്കും, ഇമേജ് പ്രോസസ്സിംഗ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ഇനി റിക്കോ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് ജാപ്പനീസ് ബേസ് ചെയ്തിട്ടുള്ള ഈ ക്യാമറ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അതേപോലെ തന്നെ വേറെ ന്യൂസ് എന്ന് പറഞ്ഞാൽ മോട്ടറോളന്റെ സ്ലിം ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ചൈനയിൽ. X70 Air എന്നാണ് അവർ ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇനി സ്പെക്സ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 7 Gen 4ന്റെ പ്രൊസസ്സറാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റുള്ള 1500 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ സാധനത്തിൽ വന്നിരിക്കുന്നത്. 50 MB സെൽഫി ക്യാമറ, 4800 mAh ബാറ്ററിയും 68 വാട്ടിന്റെ ചാർജറും 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും ഈ സാധനത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വേപ്പർ കൂളിംഗ് ഉൾപ്പെടെ ഈ സാധനത്തിൽ വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതേപോലെ തന്നെ ഈ സാധനം ഗ്ലോബലി ലോഞ്ച് ചെയ്യുമ്പോൾ ഈ പേരിലല്ലായിരിക്കും എന്നാണ് കേൾക്കുന്നത്. മോട്ടറോള Edge 70 എന്ന പേരിലായിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അതേപോലെ തന്നെ വേറെ ന്യൂസ് തന്നെ ഹോണറിന്റെ റോബോട്ട് ഫോൺ എന്ന് പറഞ്ഞ സാധനം അടുത്ത വർഷം മാർച്ചിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോ ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവരെ വേറൊരു ഫോൺ ലോഞ്ച് ചെയ്ത ആ ഇവന്റിലും ഈ ഫോണിന്റെ വീഡിയോസ് കാണിച്ചിരുന്നെന്നാണ് അറിയാൻ സാധിച്ചത്. ബേക്കുന്ന ക്യാമറ ഇങ്ങനെ പൊന്തി വന്ന് നമ്മളെ ഓസ്മോ പോക്കറ്റില്ലേ അതേപോലെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സെറ്റപ്പ് വീഡിയോ ഒക്കെയാണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കണ്ടിട്ട് ഭയങ്കര സെറ്റപ്പായിട്ട് തോന്നുന്നുണ്ട്. ഇനി ഇത് വരുമോ എന്നറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.